ഗൈസ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല, പക്ഷേ ഒരുപാട് പേര് പിന്നെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു ഇന്ന് പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതെ ചോദിച്ചിട്ട്. അപ്പോൾ പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നെടുത്ത് വീഡിയോ ചെയ്തതാണ്. എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും മര്യാദക്ക് നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്നതാണ്. എന്താ വെച്ചാൽ ഇതിൽ പരമാവധി ആളെ കയറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. റെഫർ ആണ് ഇതിലുള്ള മെയിൻ സിസ്റ്റം, വേറൊരു സിസ്റ്റം ഇതിലില്ല. ഇപ്പോൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡിൽ 1 രൂപ മുതൽ 100 രൂപ വരെ എമൗണ്ട് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു എമൗണ്ടാണ് കിട്ടുക. അതിൽ ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ ലൈവായിട്ട് ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്തും കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് വഴി നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്താൽ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അത് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. ഇത്ര മിനിമം എമൗണ്ട് ആവണം എന്നൊന്നുമില്ല. ഒരു സ്ക്രാച്ച് കാർഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 10 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ 10 രൂപ അപ്പോൾ തന്നെ നിങ്ങളുടെ UPI ID-യിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. UPI ID-യിലേക്കാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. മറ്റു ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ മാക്സിമം റെഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്നും ഇങ്ങനെ പറയുന്ന പോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇട്ടേക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടി എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. ഒരുപാട് പേര് കമൻ്റായിട്ടും അതുപോലെ തന്നെ പിന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ പബ്ജിൻ്റെ ID തരുമെന്ന് വെച്ചിട്ട്. പബ്ജിൻ്റെ ID അതുപോലെ തന്നെ പെസ്സിൻ്റെ ID ഇതൊക്കെ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്ന വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്ന വിഷയമല്ല. ഞാൻ വലിയ ആൾ, നിങ്ങൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതാണ് ഞാൻ വാട്സപ്പ് നമ്പർ വരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള. അങ്ങനത്തെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പബ്ജി ID-യും പിന്നെ പെസ്സിൻ്റെ ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഉണ്ട്. ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ ടുഡേ വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ കൊടുക്കുന്നതൊരു ഓഫറാണ്. പിന്നെ ഇതിൽ കൂടുതൽ ആൾ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നെ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അവർ വിളിക്കേണ്ടത് പറഞ്ഞിട്ട് അവർ ചോദിക്കും. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഇമെയിൽ ID ചോദിക്കും. ആ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്തിട്ട് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ആ മൊബൈൽ നമ്പറും അവിടെ എൻ്റർ ചെയ്തതിൻ്റെ ശേഷം സെൻഡ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം അത് ഓട്ടോമാറ്റിക് വരും. വെരിഫൈ OTP എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ലൊക്കേഷൻ ഓണാക്കി കൊടുക്കാനാണ്. ജസ്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക. അങ്ങനെ ഓണാക്കി കൊടുക്കുമ്പോൾ പെർമിഷനൊക്കെ അലോ ചെയ്യാൻ വരും. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളതിലൊക്കെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഹോമിൻ്റെ പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. അഡ്രസ്സൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾ പിന്നെ ഹോം എന്ന് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അവിടെ നിങ്ങളുടെ നമ്പർ, വീട് നമ്പർ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ ലാൻഡ്മാർക്ക് ചോദിക്കുന്നുണ്ട്, അതും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ നമ്പർ 91 എന്ന് കൊടുത്തിട്ട് വെറുതെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് താഴെ ഒരു ലാൻഡ്മാർക്ക് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇത് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇതിൽ ഫുഡൊന്നും ഓർഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവിടെ പിന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് എന്നുള്ള താഴെയുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ഈ ഒരു പിന്നെ ആപ്ലിക്കേഷനിൽ ലോഗിൻ പിന്നെ സൈനപ്പ് പ്രോസസ്സായിട്ട് ചെയ്താൽ മതി. അങ്ങനെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ എന്താവും ലോഗിൻ ആവുന്നതായിരിക്കും. ഇതാണ് ഇൻ്റർഫേസ്. ഈ ഒരു ആപ്പിൽ നിങ്ങൾ സൈനപ്പ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളിവിടെ അക്കൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ മൈ റിവാർഡ് എന്നുള്ള ബട്ടണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
ആ മൈ റിവാർഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവൈറ്റ് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇൻവൈറ്റ് എനിക്കിവിടെ ഒരു സ്ക്രാച്ച് കാർഡ് വന്ന് കിടക്കുന്നുണ്ട്, ഞാൻ ഒരാളെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ശേഷം നിങ്ങളിവിടെ ഇൻവൈറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ആ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക. റെഫറൽ കോഡൊന്നുമില്ല, ലിങ്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു സ്ക്രാച്ച് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ ഞാൻ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 2 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. 2 പോയിൻ്റ് പറഞ്ഞാൽ 2 രൂപയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഞാൻ UPIഡിയൊക്കെ വിഡ്രോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതിന് ശേഷം ഇവിടെ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കിവിടെ UPI മണി ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ UPI ID ഇവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ എത്ര എമൗണ്ടാന്ന് ചോദിക്കും. ഞാൻ അവിടെ 2 രൂപ എൻ്റെ ഒക്കെ ഉള്ളത് റെഫർ ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ 2 രൂപ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ പ്രോസസ്സിങ് ആവും. അത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് കണ്ടാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്കുള്ള. ലിങ്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള 1 രൂപ മുതൽ 100 രൂപ വരെ ഉള്ളതെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇടയിലുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് കിട്ടും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് UPIഡിലേക്കൊക്കെ പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ വരികയൊക്കെ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.